തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു തിരുവചനം ഈ ശുശ്രൂഷ സമയം ധ്യാന വിഷയമാക്കി പരിശുദ്ധാത്മാവ് നമുക്കൊക്കെ സമ്മാനിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 30-ാം തിരുവചനം. സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. ഈ വചനം നമുക്ക് പരിചയമുള്ള വചനമാണ്. കാരണം ഇതൊരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം, പല ധ്യാനാവസരങ്ങളിലും ശുശ്രൂഷ സമയങ്ങളിലും ധ്യാനിച്ചിട്ടുള്ള ചോദ്യം. എന്താണ് ആ ചോദ്യം? അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേർഡ്സ് 30. വചനം ഇങ്ങനെയാണ്: അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു കാവൽക്കാരനാണ്. ഈ കാവൽക്കാരൻ ചില കാര്യങ്ങൾ അനുഭവിച്ചു. കാരാഗ്രഹത്തിനുള്ളിൽ കടന്ന 2 പേർ ബന്ധിതരായിരുന്നു. അവർ ചങ്ങലക്കിട്ടപ്പെട്ട അവസ്ഥയിൽ അവരവിടെ കിടന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിൻ്റെ വാതിൽ ഇതാ മാറ്റപ്പെട്ടു. അപ്പോൾ ഇത്രയും വലിയ ഒരു ദൈവിക ഇടപെടൽ കണ്ടപ്പോൾ ഈ കാവൽക്കാരനൊരു കാര്യം മനസ്സിലായി: ഇവർ സാധാരണക്കാരല്ല. ഈ കാര്യത്തിൻ്റെ മുമ്പിലാണ് കാവൽക്കാരൻ ചോദിക്കുന്ന ചോദ്യം. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ചോദ്യം പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ഉള്ളിലില്ലേ? ഈ ചോദ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടക്കുകയാണ് ചിലർ. ചോദ്യം എന്താണ്? രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. മകനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യമില്ലേ? എന്തു ചെയ്യണം ഇവനെക്കുറിച്ച്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. രക്ഷപ്പെടണമെന്നുണ്ട്, കുടുംബത്തിൽ സമാധാനം വേണമെന്നുണ്ട്, പക്ഷേ എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എന്നാൽ കാവൽക്കാരൻ ഈ ചോദ്യം പൗലോസിനോടും സീലാസിനോടും ചോദിച്ചപ്പോൾ അവരൊരു മറുപടി പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ മറുപടി. 16-ാം അധ്യായം 31-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ്: അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതായത് പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിൽ നീ ഒരു മാറ്റത്തിന് തയ്യാറായാൽ നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ ഗതിവിഗതി മാറ്റപ്പെടും. നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റപ്പെടും. നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവൻ ചോദിച്ചത് അവൻ്റെ രക്ഷ മാത്രമാണ്. എന്നാൽ ഇതാ വചനം പഠിപ്പിക്കുന്നു, നീ മാറാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? നിന്റെ കുടുംബത്തിൽ ദൈവം ഇടപെടും. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഈ ശുശ്രൂഷ സമയം ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മാറിയാൽ, എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചാൽ, എൻ്റെ ചിന്താഗതികൾ യേശുവിനോട് ചേർത്ത് വെച്ചാൽ, ഞാൻ മൂലം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇപ്പോൾ ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ദൈവജനം കേൾക്കുകയാണ്. നീ ഓർത്തുകൊള്ളണം, നീ ഒരുപക്ഷെ ഒറ്റപ്പെട്ടായിരിക്കാം, നിൻ്റെ കുടുംബം ദൂരങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിൽ നിന്ന് നീ പുറത്താക്കപ്പെട്ട വ്യക്തിയാവാം, വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവാം. നീ ഒരു മാറ്റത്തിന് തയ്യാറായാൽ, നീ യേശുവിൽ വിശ്വസിച്ച് ചില ജീവിത നിലപാടുകൾ പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, നിൻ്റെ വീട്ടിൽ അത്ഭുതങ്ങളുണ്ടാവും. നിൻ്റെ വീട്ടിൽ അത്ഭുതങ്ങളുണ്ടാവും.
നമ്മളതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ പരിശുദ്ധാത്മാവിനോട് പാടുന്ന പാട്ടിൻ്റെ രീതി എന്താ? ഞാൻ ഉണർന്നാൽ എൻ്റെ കുടുംബം, എൻ്റെ ദേശം ഉണരും. നമ്മിലൂടെ ഒരു മാറ്റം ഉണ്ടായാൽ അത് കുടുംബത്തിൻ്റെ മാറ്റമാണ്. നമ്മുടെയൊക്കെ സാധാരണ ചിന്താഗതി എന്താ? ഓ, ഞാനിപ്പോൾ മാറിയിട്ട് എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കാനാ? ഇപ്പം ഞാൻ കാരണം എൻ്റെ വീട്ടിൽ എന്ത് മെച്ചം ഉണ്ടാകാനാ? ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള തെറ്റായ ചിന്താഗതിയായിരിക്കാം. എന്നാൽ ഈശോ പറയുന്നു, നീ മാറിയാൽ നിന്നിലൂടെ നിൻ്റെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കും. ഞാനൊരു സംഭവം പറയാം. ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു സഹോദരി വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒത്തിരി സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്. എന്നിട്ട് ആ സഹോദരി എന്നോട് ആ സഹോദരിയുടെ കണ്ണുനീരിൻ്റെ അനുഭവം മുഴുവൻ പങ്കുവയ്ക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഭർത്താവിനെക്കുറിച്ചാണ്. ഭർത്താവ് മദ്യപാനം മാത്രമല്ല, ഒത്തിരി അവിഹിത ബന്ധങ്ങൾ, കുടുംബം നോക്കുന്നില്ല. ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, വിവാഹ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് മാത്രമാണ് എനിക്ക് മിച്ചമുള്ളത്. ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്ത് ദുഃഖിക്കുന്നു. എല്ലാ ദിവസവും വഴക്കാണ്. അങ്ങനെ തുടങ്ങി എണ്ണി 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 പറഞ്ഞത് മുഴുവൻ ഭർത്താവിൻ്റെ കുറവുകളാണ്. അപ്പോൾ ഈ കുറവുകളൊക്കെ ഞാനിതിങ്ങനെ കേൾക്കുന്തോറും നമ്മുടെ മനസ്സിന് വലിയ ഭാരം ഉണ്ടാവും. അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ആ മനുഷ്യനൊരു ധ്യാനത്തിന് വരത്തില്ല, ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ കൗൺസിലിങ്ങിന് വന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ശരിയല്ല അച്ഛാ, അയാൾ ശരിയല്ല, അയാളെ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത് എന്നിങ്ങനെ ഭർത്താവിനെ പഴി പറഞ്ഞുകൊണ്ട് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിർത്താം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സഹോദരിയുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വേണം. സഹോദരിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. സഹോദരി പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം കൂടെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പഠിക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൽ നിറയണം. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ അസ്വസ്ഥയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ അച്ഛൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വന്നത് എൻ്റെ കാര്യം പറയാനല്ല, എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ പറഞ്ഞ് അയാളെ നന്നാക്കാനാ. അയാൾ ധ്യാനകേന്ദ്രത്തിൽ വരില്ല, പറ്റുമെങ്കിൽ അച്ഛനൊന്ന് വീട്ടിൽ വന്ന് അയാളെ ഉപദേശിക്കണം, അയാളെ നന്നാക്കണം. ഞാൻ പറഞ്ഞു, സഹോദരി, അതിനു മുമ്പ് സഹോദരിക്കൊരു മാറ്റം വേണം. ഇതാ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ യേശുവിനോട് ചേർന്നാൽ നീ മൂലം നിന്റെ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ മൂലം എൻ്റെ കുടുംബത്തിലൊരു മാറ്റം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം അംഗീകരിക്കാനും മാറാനും തയ്യാറാവാം. നമ്മുടെ സാധാരണ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് സഹിക്കാൻ കാരണം എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, അല്ലേ, എൻ്റെ അപ്പനും അമ്മയുമാണ്. ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളെ, കുടുംബത്തെ, അന്തരീക്ഷത്തെ, ഇടവകയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് മെച്ചം? നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ ഇന്ന് ഉഴപ്പനാണ്, പ്രശ്നക്കാരനാണ്. അച്ഛൻ അറിയോ അവൻ അങ്ങനെ ആകാൻ കാരണം? ഞാൻ ചോദിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ, ആരാവൻ അങ്ങനെ ആകാൻ കാരണം? അപ്പോൾ ഈ അപ്പൻ എന്നോട് പറഞ്ഞു, അച്ഛാ, അവൻ്റെ കൂട്ടുകെട്ട്, അച്ഛാ, കൂട്ടുകെട്ട്. ഞങ്ങളുടെ ഇടവകയിൽ അവന് പറ്റിയ കുറേ ചീത്ത കൂട്ടുകെട്ടുണ്ട് അച്ഛാ. അവന്മാർ കാരണമാണ് എൻ്റെ മകൻ നശിച്ചത്. അവന്മാരാണ് പ്രശ്നത്തിന് കാരണം. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അവനെയും അവളെയും നോക്കണ്ട, ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളെ നോക്കണ്ട, മറിച്ച് നീ മാറാൻ തയ്യാറാണോ? ചോദ്യം എന്നോടാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾ
ഞാൻ മാറാൻ തയ്യാറാണോ എങ്കിൽ ഞാൻ മൂലം എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു കോളേജ് ചെറുപ്പക്കാരൻ ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞ, അച്ഛാ, പള്ളിയിൽ പോകാൻ എനിക്ക് നാണക്കേടാണ്. എൻ്റെ അപ്പൻ്റെ മദ്യപാനം എൻ്റെ നാട്ടിൽ തന്നെ പ്രശ്നമാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് പ്രശ്നമുണ്ടാക്കി പുറത്തിറങ്ങാൻ വയ്യ അച്ഛാ, നാണം കെട്ടിരിക്കുക. അപ്പനെ കൊണ്ട് മടുത്തു. ഈ അപ്പനെ എന്തെങ്കിലും ചെയ്യണം, ഈ അപ്പനെ എന്തെങ്കിലും ചെയ്യണം. അപ്പനെ ഓർത്തുകൊണ്ട് അരിശപ്പെടുന്ന മകൻ. ഞാൻ അവനോട് ചോദിച്ചു, എടാ, നീ നിൻ്റെ അപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എടാ, നീ നിൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ നിൻ്റെ അപ്പന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, അപ്പനല്ല മാറേണ്ടത്, അപ്പൻ്റെ സ്വഭാവമല്ല ശരിയാവേണ്ടത്, അപ്പനെ അല്ല ധ്യാനത്തിന് കൊണ്ടുവരേണ്ടത്. ഞാൻ പറഞ്ഞു, എടാ, നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു മാറ്റം വേണം. നീ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, നീ ഒരു ത്യാഗം ഏറ്റെടുത്താൽ നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ അന്ന് മുതൽ അവൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മദ്യപിച്ച് വൈകുന്നേരങ്ങളിൽ ആ ഗ്രാമപ്രദേശത്ത് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അപ്പൻ, നാട്ടുകാരുടെ അസ്വസ്ഥതയുടെ കാരണമായ അപ്പൻ, ഈ മകൻ്റെ പ്രാർത്ഥന വഴി അപ്പൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. സാവധാനം ആ മനുഷ്യൻ കുടുംബത്തിൽ നേരത്തെ വരാൻ തുടങ്ങി. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി മാസങ്ങളോളം താമസിച്ചു. ഇപ്പോൾ കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് കാര്യങ്ങൾക്കൊരു ഉത്തരമുണ്ടാവുന്നത്. മനോഹരമായി വായിച്ച് ധ്യാനിക്കാൻ മറ്റൊരു വചനം പറയാം. ലൂക്കാസ് സുവിശേഷം 19 അധ്യായം 8 തിരുവചനം. ലൂക്കാസ് സുവിശേഷം 19 അധ്യായം 8 തിരുവചനം. ബൈബിൾ എടുത്ത് വായിച്ചേ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥാപാത്രമാണ് സക്കേവൂസ്. യേശുവിനെ കാണാൻ മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരുന്നവൻ. അവനെന്തോ പ്രശ്നമുണ്ട്, അവൻ്റെ കുടുംബത്തിലെന്തോ പ്രശ്നമുണ്ട്. യേശു അവനോട് എന്തു പറഞ്ഞു? എടാ, ഈ മരത്തേലിരുന്ന് പറഞ്ഞാൽ തീരില്ല, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. സക്കേവൂസിനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ സക്കേവൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അതെന്താ അത്? ലൂക്കാസ് വിശേഷം 19 അധ്യായം അതിൻ്റെ 8 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇക്കാലം അത്രയും ഞാനൊരു ചുങ്കക്കാരനായി പണം 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 അതിനുവേണ്ടി മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ്. എന്നാൽ ഇപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. എനിക്കിത് ഈശോ മതി എന്നു മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് പരിഹാരം ചെയ്യാൻ ത്യാഗമേറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത വചനം, ലൂക്കാസ് വിശേഷം 19 അധ്യായം 9 തിരുവചനം. വചനം ഇങ്ങനെയാണ്: യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. എടാ സക്കേവൂസേ, നിനക്ക് രക്ഷ എന്നല്ല പറഞ്ഞത്, മറിച്ച് എടാ, നീ എടുത്ത ഈ തീരുമാനം മൂലം നിന്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീയൊരു ത്യാഗമേറ്റെടുക്കുമ്പോൾ, നീയൊരു പരിഹാരം ചെയ്യാൻ തീരുമാനമേറ്റെടുക്കുമ്പോൾ നിന്നിലൂടെ എന്ത് സംഭവിക്കും? നിന്റെ വീട്ടിൽ, നീ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, സൊസൈറ്റിയിൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തി സംഭവിക്കും. നമ്മുടെ ത്യാഗത്തിന്, പരിഹാരം ചെയ്യുന്ന പ്രവൃത്തിക്ക് അത്രമേൽ പവറുണ്ട്, അത്രമേൽ പവർ. ത്യാഗമേറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ദൈവിക പ്രവൃത്തി കുടുംബത്തിൽ സംഭവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ മകനെ ഓർത്ത് ഭയങ്കര സങ്കടമാണ്. അമ്മയുടെ പേര് മോനിക്ക. മകൻ പറഞ്ഞാൽ കേൾക്കില്ല,
ഉത്തരവാദിത്വമില്ല, അനുസരണക്കേടിൻ്റെ കൂമ്പാരം, ഉഴപ്പൻ, ദുർമാതൃക, ആ നാട്ടിലെ വേശ്യകളോട് കൂടെ നടക്കുന്നു. തെറ്റായ ജീവിതം, ദുർമാതൃക. കരഞ്ഞ് കരഞ്ഞ് ഈ അമ്മ മടുത്തു. അമ്മ ഒരിക്കൽ അവിടുത്തെ പള്ളി ചെന്നിട്ട്, അവിടെ അന്ന് ബിഷപ്പുണ്ട്, ആ ബിഷപ്പിനോട് പറഞ്ഞു, തിരുമേനി, എൻ്റെ മകനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ബിഷപ്പിൻ്റെ പേര് ബിഷപ്പ് അംബ്രോസ്. അപ്പോൾ ഉടനെ തന്നെ ഈ അമ്മയുടെ കരച്ചിൽ കണ്ട ബിഷപ്പ് പറഞ്ഞു, ഇത്രത്തോളം കരയുന്ന ഒരു അമ്മയുടെ കരച്ചിൽ ഒരിക്കലും വെറുതെ പോവില്ല, പരിഹാരമുണ്ട്, ഉത്തരവുണ്ടാവും. ഈ അമ്മയുടെ ത്യാഗം നിറഞ്ഞ പ്രാർത്ഥന, വർഷങ്ങൾ 1 2 അല്ല 38 വർഷം. മകൻ്റെ പേര് അഗസ്റ്റിൻ. ചരിത്രം പറയുന്നു 38 വർഷം നീണ്ടു നിറഞ്ഞ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന മകൻ്റെ സ്വഭാവത്തെ മാറ്റി. ആ മകൻ ദാ ഇന്ന് വിശുദ്ധ അഗസ്റ്റിനായി മാറ്റപ്പെട്ട് തിരുസഭയുടെ ഒരു മണിമുത്തായി മാറി. അന്ന് പ്രാർത്ഥിച്ച അമ്മ വിശുദ്ധ മോനിക്കയായിട്ട് മാറി. അല്ലേ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിച്ചെങ്കിലേ കുടുംബത്തിൽ അനുഗ്രഹം നിലനിൽക്കുകയുള്ളൂ. നമ്മളെടുക്കുന്ന പരിഹാര പ്രവൃത്തി അത് അത്ഭുതങ്ങളുടെ പരിഹാര പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ ദാ ഈ സമയം ശുശ്രൂഷയിൽ നിനക്ക് പങ്കെടുക്കാൻ ഒരു കൃപയുണ്ടോ എങ്കിൽ ഓർത്തോണം, അത് നിനക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ നിൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ ഈ വചനം പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നിൻ്റെ കുടുംബത്തിലെ പലരും ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് താല്പര്യമില്ലാത്തവരായിരിക്കാം. എന്തേ നിന്നെ മാത്രം ദൈവം തിരഞ്ഞെടുത്തത്? നിന്നിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ സമയം നിന്നിലൂടെ ദൈവം ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൈവം നിൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു മീഡിയേറ്ററായി, ഒരു റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെ കുടുംബത്തിൻ്റെ ഒരു പ്രവാചകയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിലൊരു അഭിമാനം വേണം. അല്ലാതെ നമുക്കറിയാമല്ലോ, ടെലിവിഷനിൽ, ഓൺലൈൻ മീഡിയയിലൊക്കെ ഒത്തിരി ശുശ്രൂഷകൾ, ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ ഈ വചനം നീ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിലൂടെ മാത്രം സംഭവിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. നിന്നിലൂടെ മാത്രം സംഭവിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ. നിന്നിലൂടെ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു വചനം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 5 തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 5. അവിടെ ജോസഫിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ നമ്മുടെ ജോസഫ് ഒരു ഈജിപ്തുകാരൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം. 39 അധ്യായം 5 വചനം. വചനം ഇങ്ങനെയാണ്: ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. ജോസഫിനെ ഓർത്ത്, ശ്രദ്ധിച്ചോണം, ജോസഫിനെ ഓർത്ത് ദാ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. അവനെയും അവൻ്റെ വയലിലും വീട്ടിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിന്നെ ഓർത്ത് നീ ഏറ്റെടുക്കുന്ന ത്യാഗത്തെ ഓർത്ത് ദൈവം നിൻ്റെ കുടുംബം, നീ ഏതൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ മേഖലകളിലൊക്കെ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മേഖല തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇപ്പോൾ കുടുംബത്തിൽ സഹിക്കുന്ന ഒരാളായിരിക്കും ഇത് കേൾക്കുന്നത്. ഉറപ്പിച്ചോണം, എൻ്റെ ഈ സഹനം എൻ്റെ കുടുംബത്തിന്, അടുത്ത തലമുറയ്ക്ക് ഞാൻ മൂലം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമാണ്.
എൻ്റെ കുടുംബത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ മേഖല അതൊരു അനുഗ്രഹത്തിന് കാരണമാണ്. ഞാൻ ഏറ്റെടുക്കുന്ന ത്യാഗപ്രവൃത്തിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള അനുഗ്രഹം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വചനം ഒരുപക്ഷെ പരിചയമുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അത് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. സുന്ദരമായ കാര്യം മോശയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വചനം അമലേക്യരുമായിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ മോശ എന്ത് ചെയ്തു? വചനം ഇങ്ങനെയാണ്, 11-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 17 വേർഡ്സ് 11. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ആരാണ് നേതാവ്? മോശ. ഇതാ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേലുകാർ വിജയിക്കുന്നു, കരങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കുന്നു. ഈ കൈകൾ ഉയർത്തുക എന്നതിലല്ല അതിൻ്റെ കാര്യം, മറിച്ച് ഒരു ത്യാഗപ്രവൃത്തി. കൈ ഉയർത്താൻ പറയുമ്പോൾ നമുക്കറിയാം അത്ര എളുപ്പമല്ല, എന്നാൽ കഷ്ടപ്പെട്ട് ശരീരത്തിൽ ഒരു ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം ഒരു അത്ഭുത പ്രവൃത്തി ആ അന്തരീക്ഷത്തിൽ സംഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ലോകവും ഈ ശരീരത്തിൻ്റെ ലോകവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ശരീരത്തിലൊരു ത്യാഗം ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ചുറ്റുവട്ടത്തും ആത്മീയ മേഖലയിൽ വലിയൊരു ഇടപെടലുണ്ടാകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹം സമ്പാദിക്കാം. ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സുഖകരമായിട്ടിരിക്കുക, എപ്പോഴും കിടന്നുറങ്ങുക, അലസമായിട്ട്, ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിന്. ഇപ്പോൾ വചനം കേൾക്കുക അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരിക്കുകയില്ല. എന്നാൽ ശരീരത്തിൽ ഒരു ത്യാഗം ഏറ്റെടുത്ത് നമ്മൾ കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. മോശ കൈകൾ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചെങ്കിൽ ആ കൈകൾ ഉയർത്തിയ ത്യാഗപൂർണമായൊരു പ്രാർത്ഥന എന്ത് സംഭവിച്ചു? അന്തരീക്ഷത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി പടവെട്ടാൻ തുടങ്ങി. നിന്റെ കുടുംബത്തിൽ, നിന്റെ കമ്മ്യൂണിറ്റിയിൽ, ഞാനെന്ന് പറയുന്ന ഒരു വൈദികനായിരിക്കുന്ന ഈ ഒരു ധ്യാന മന്ദിരത്തിൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ ത്യാഗപൂർണമായ പ്രവൃത്തി വലിയൊരു സംരക്ഷണം ഉണ്ടാക്കും. ഒരു കുടുംബനാഥ നീ ഇത് ശ്രദ്ധിച്ചോണം, കുടുംബനാഥെ നീ ശ്രദ്ധിച്ചോണം. നിൻ്റെ പരിഹാരം ചെയ്തുള്ള പ്രവൃത്തി, ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗം, പരിഹാരം നിൻ്റെ കുടുംബത്തിൽ തലമുറയായി നിലനിൽക്കുന്ന ഒരു അത്ഭുതം ഉണ്ടാക്കും. ഇന്നത്തെ വചനം നമ്മളതാണ് പഠിപ്പിക്കുന്നത്. ഏറ്റെടുക്കുന്ന ത്യാഗം നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. എല്ലാ കുടുംബത്തെയും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അനുഗ്രഹത്തോടെ നിലനിൽക്കുന്ന കുടുംബങ്ങളുണ്ടോ? ശ്രദ്ധിച്ചോ, ഒരൊറ്റ കാര്യം മനസ്സിലാവും. എല്ലാ വീട്ടിലും ഇതുപോലെ ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഒക്കെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകർന്നു പോവും. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങൾ, എന്തിനാ ചുറ്റുവട്ടത്ത്, നമ്മുടെ വീട്ടിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ തകർച്ച, വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരും ത്യാഗമേറ്റെടുക്കാൻ തയ്യാറല്ല, ആരും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, ആരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. എല്ലാ വീട്ടിലും ആരെങ്കിലുമൊക്കെ ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ആ കുടുംബങ്ങൾ നിലനിൽക്കുകയുള്ളൂ. കാവൽക്കാരൻ പൗലോസിനോടും സീലാസിനോടും ചോദിച്ചു, യജമാനന്മാരെ, ഞാൻ എന്താ ചെയ്യണ്ടേ? പൗലോസും സീലാസും പറഞ്ഞു, നീ എന്തു ചെയ്യണം? യേശുവിൽ വിശ്വസിക്കുക. അപ്പോൾ നിന്നിലൂടെ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നീ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, പരിഹസിച്ച്,
പരിതപിച്ച് അസ്വസ്ഥപ്പെട്ടല്ല, മറിച്ച് നീ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവമെല്ലാം ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നത് ഈ വലിയൊരു കാഴ്ചപ്പാടിലേക്കാണ്. ഞാൻ നന്നായിട്ട് എന്തു കാര്യമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, നീ നന്നായിട്ട് കാര്യമുണ്ട്. നിന്നിലൂടെ, നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കും. അപ്രകാരമുള്ള ഒരു ദൈവിക പ്രവൃത്തി അനുഭവിക്കാൻ, ഈ കാലഘട്ടത്തിൽ തന്നെ അനുഭവിക്കാൻ ദൈവം ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നൽകുന്ന ഈ വലിയ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കുടുംബത്തിൽ സകല സമയവും ഈ അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ. ആമേൻ.